നമസ്കാരം. പോളിംഗ് ബൂത്തിനകത്തേക്ക് സ്വന്തം തെരഞ്ഞെടുപ്പ് ചിഹ്നവുമായി കടന്നു ചെല്ലാൻ കഴിയുന്ന ഇന്ത്യയിലെ ഏക രാഷ്ട്രീയ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കൈപ്പത്തി ആണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. കല്ലേക്കുളങ്ങര ശ്രീ എമൂർ ഭഗവതി ക്ഷേത്രത്തിന് മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത്. 1982 അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി ഈ ക്ഷേത്രം സന്ദർശിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ കൂടുതൽ ചരിത്രത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണല്ലോ. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചിഹ്നം കൈപ്പത്തിയാണ്, ഇവിടുത്തെ പ്രതിഷ്ഠയും കൈപ്പത്തിയാണ്. അപ്പോൾ കോൺഗ്രസും ഹേമാംബിക ക്ഷേത്രമായിട്ട് ഒരു അഭേദ്യ ബന്ധമുണ്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. എന്താണ് ഈ കൈപ്പത്തി പ്രതിഷ്ഠ വരാനുള്ള ഒരു ചരിത്രം എന്തായിരുന്നു പറയാമോ? കേരളത്തിൻ്റെ അഭിവൃദ്ധിക്കായിട്ട് പരശുരാമൻ 4 അംബികമാരെ പ്രതിഷ്ഠിച്ചു. അതിൽ ഒരു അംബികയാണ് കല്ലേക്കുളങ്ങര ഹേമാംബിക. അതായത് കരിമലയിലാണ് ഈ അകമലവാരം. കരിമലയിൽ തപസ് ചെയ്തിരുന്ന പരശുരാമൻ 4 അംബികമാരെ പ്രതിഷ്ഠിച്ചു. അതിൽ ഹേമാംബിക ദേവി ശരിക്കും അകമലവാരം എന്ന് പറയുന്ന, അതായത് ഉൾക്കാട്, ശരിക്കും പാലക്കാടിൻ്റെ ബോർഡർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഹേമാംബിക ദേവി വസിച്ചിരുന്നത് അവിടെയാണ്, ദുർഗാക്ഷേത്രമായിരുന്നു. അപ്പോൾ അവിടെ ഈ ക്ഷേത്രത്തിൻ്റെ ഊരാളനായിട്ടുള്ള കുറൂർ മന തിരുമേനി, അതായത് ഗുരുവായൂർ ഐതിഹ്യമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ആ കുറൂർ മന തിരുമേനി ഈ അകമലവാരത്ത് നിത്യേന പോവുകയും അവിടെ ദേവിക്ക് പൂജ നടത്തി വരികയും ചെയ്യുകയായിരുന്നു. അപ്പോൾ കുറൂർ മന തിരുമേനിക്ക് പ്രായാധിക്യം വന്നതുകൊണ്ട്, അതായത് എനിക്കിനി ഇവിടെ എത്തി പൂജ ചെയ്യാൻ കഴിയില്ല എന്ന് മനമുരുകി അദ്ദേഹം പ്രാർത്ഥിക്കും, ദേവിയുടെ മുന്നിൽ പ്രാർത്ഥിക്കും. അങ്ങനെ തിരുമേനിക്ക് സ്വപ്ന ദർശനം, അതായത് സ്വപ്നത്തിൽ ദേവി വന്നു പറഞ്ഞു, ഞാൻ, അതായത് പ്രായാധികം, ഇനിയിപ്പോൾ അങ്ങോട്ട് വരേണ്ടതില്ല, തൊട്ടടുത്ത്, അതായത് മനയുടെ തൊട്ടടുത്തുള്ള ചെറിയിൽ, അതായത് കുളത്തിൽ ഞാൻ ദർശനം തരാമെന്നും ആ ദർശനം തരാമെന്ന് പറഞ്ഞ് അന്ന് രാത്രി ഈ കുറൂർമല തിരുമേനി ഈ ചെറിയിൽ വരികയും ഈ സ്വപ്നദർശനമല്ല, ഈ ചെറിയിൽ നിന്ന് ദേവി പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് ശബ്ദം ഉണ്ടാക്കിയെന്നും അതുപോലെ കയ്യിൽ കയറി പിടിച്ചു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അങ്ങനെ കൈപ്പത്തി പ്രതിഷ്ഠ പൂർണ്ണരൂപം കുറൂർമല തിരുമേനിക്ക് കൊടുക്കുകയും അതിനുശേഷം കൈപ്പത്തിയായി ഒരു പ്രതിഷ്ഠ കൈപ്പത്തിയായി നിലനിൽക്കുകയും ചെയ്തു. പിന്നീട് അത് പാലക്കാട് രാജാവിൻ്റെ, അതായത് ചേനാസ് നമ്പൂതിരിപ്പാടും അതുപോലെ തന്നെ പാലക്കാട് രാജാവ് ഈ ക്ഷേത്രം പണികഴിപ്പിച്ചു എന്നുള്ളതാണ് ഐതിഹ്യം. ഈ ക്ഷേത്രത്തിൽ പ്രഭാതത്തിൽ ദേവി മഹാലക്ഷ്മിയായും അതുപോലെ തന്നെ മധ്യാഹ്നത്തിൽ സരസ്വതിയായും സായാഹ്നത്തിൽ ദുർഗയായിട്ടുമാണ്, പാർവതി ദേവിയായിട്ടുമാണ് 3 രീതിയിലുള്ള പൂജയാണ് ക്ഷേത്രത്തിൽ നടക്കുന്നത്. ക്ഷേത്രത്തിലെ ഉത്സവം നവരാത്രിയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഉത്സവം. 9 ദിവസത്തെ നവരാത്രി പൂജയും അതുപോലെ തന്നെ സംഗീത കച്ചേരി, 9 ദിവസം സംഗീത കച്ചേരിയും അതുപോലെ തന്നെ വിദ്യാരംഭം കുറിക്കുന്ന ചടങ്ങുമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഉത്സവം. പിന്നെ മണ്ഡലമാസത്തിൽ ദാരികാവധം, കളമ്പാട്ടും കൂടെ നടക്കാറുണ്ട്. ഇതാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഉത്സവം. ആൽത്തറ ചുവട്ടിലിരിക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്നില്ലേ?
നമ്മൾക്ക് ഈ ആലും ആൾത്തറയും ഈ ഗ്രാമീണ അന്തരീക്ഷവും കൽപ്പടവുകളും ഒക്കെ നമുക്ക് അന്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്ത് തോന്നുന്നു? അത്രത്തോളം മറ്റ് സ്ഥലങ്ങളിലൊക്കെ അന്യം നിന്ന് പോകുമ്പോഴും പാലക്കാട് ആ ഒരു അവസ്ഥയല്ല എന്ന്. പാലക്കാട് ഇപ്പോഴും മനോഹാരിത തുളുമ്പുന്ന ഒട്ടേറെ പ്രദേശങ്ങളുണ്ട്. അല്ല, ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകതയെ അതാണ്. പാലക്കാട് കല്ലേക്കുളങ്ങര ശ്രീ ഏമൂർ ഭഗവതി ക്ഷേത്രത്തിൻ്റെ ആൽത്തറയിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഈ ക്ഷേത്രത്തിന് ഒത്തിരി ചരിത്രമുണ്ട്. കാരണം ഇന്ദിരാഗാന്ധിയും കെ കരുണാകരനുമൊക്കെ ഈ ക്ഷേത്രം സന്ദർശിച്ചിരുന്നു. ഈ ക്ഷേത്രത്തിലെ കൈപ്പത്തി പ്രതിഷ്ഠയാണ് ഇന്ദിരാഗാന്ധിയെ കൈപ്പത്തി എന്ന ചിഹ്നത്തിലേക്ക് അല്ലെങ്കിൽ കൈപ്പത്തി എന്ന ചിഹ്നത്തിലേക്ക് ഉറപ്പിക്കാനുള്ള കാരണം. അപ്പോൾ അതൊരു വലിയ ചരിത്രം തന്നെയാണ്. അത് മാത്രമല്ല, ഇന്ദിരാഗാന്ധി ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിലാണ്, അതായത് ചിഹ്നം നഷ്ടപ്പെടുന്ന, ചിഹ്നം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മരവിപ്പിച്ച സമയമാണ്. കാര്യം പശുവും കിടാവുമായിരുന്നു കോൺഗ്രസിൻ്റെ ചിഹ്നം. അന്ന് കോൺഗ്രസ് പിളർപ്പുണ്ടാകുമ്പോൾ രണ്ട് പക്ഷക്കാരും ഈ ചിഹ്നത്തിന് വേണ്ടി വാശി പിടിക്കുകയുണ്ടായി. അങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചിഹ്നം മരവിപ്പിച്ചിരിക്കുന്ന സമയമാണ്. അന്നേരമാണ് ഇന്ദിരാഗാന്ധി ഈ ക്ഷേത്രം സന്ദർശിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് ഇന്ദിരാഗാന്ധിക്ക് ആ പ്രതിഷ്ഠയിൽ നിന്നാണ് അതേ ചിഹ്നം മാതൃകയാക്കുക. കെ കരുണാകരനാണ് ഈ ക്ഷേത്രത്തിലേക്ക് ഇന്ദിരാഗാന്ധിയെ കൊണ്ടുവരുന്നത്. ഇവിടെ നിന്നാണ് ആ കൈപ്പത്തി ചിഹ്നം കിട്ടുന്നത്. അതിനുശേഷം ഇന്ത്യ എന്നാൽ ഇന്ദിര, ഇന്ദിര എന്നാൽ ഇന്ത്യ. ഇപ്പോൾ നമുക്ക് തന്നെ ഒരു അന്തരീക്ഷത്തിൽ തന്നെ അതൊരു വികാരമാണ്. കാര്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന 139 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു പാർട്ടി, ആ പാർട്ടിയുടെ ചിഹ്നം കിട്ടിയ ഒരു പ്രദേശത്ത് ഇരിക്കുമ്പോൾ കോൺഗ്രസ്സുകാർ എന്നുള്ള നിലയിൽ നമുക്കൊരു വികാരമാണ്, അല്ലേ? ഒരു തണുപ്പാണ്. ഇത് കോൺഗ്രസ്സുകാരെന്ന നിലയ്ക്ക് മാത്രമല്ല, ഒരു പക്ഷേ ഇന്ത്യ വലിയൊരു പ്രതിസന്ധി നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അപ്പം രാജ്യത്തെ മതേതര വിശ്വാസികളെ സംബന്ധിച്ച് കൈപ്പത്തി എന്നുള്ളത് അവർക്ക് വലിയൊരു പ്രതീക്ഷയാണ്, പ്രത്യാശയാണ്. കുറി തൊടുന്നവരെയും കാവ്യ ഉടുക്കുന്നവരെയും ഒരു രീതിയിലേക്ക് മാറ്റിക്കൊണ്ടുപോവുകയും എല്ലാവരും ഞങ്ങളുടെ ആൾക്കാരാണെന്ന് മുദ്ര കുത്തുകയും ചെയ്യുന്ന, ചേരിതിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതായത് നമ്മൾ എന്ത് കഴിക്കണം, എങ്ങനെ ചിന്തിക്കണം, എങ്ങനെ പറയണം, എങ്ങനെ പ്രവർത്തിക്കണം എന്നൊക്കെ ഒരു അജണ്ടയുടെ ഭാഗമായി തീരുമാനിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഈ സമയത്ത് ഇത്തരം ഒരു ഓർമ്മകൾ പുതുക്കൽ, ഇത്തരം ഒരു വികാരം പങ്കുവയ്ക്കൽ, അതായത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു വികാരം, അതിനെ നമ്മൾ ഉൾക്കൊള്ളുക. അത് ഇന്ത്യ എന്ന വികാരത്തോടൊപ്പം തന്നെ നേരത്തെ നമ്മൾ വഴിക്കട്ടെ ഇന്ത്യ എന്നാൽ ഇന്ദിരയാണ്, ഇന്ദിര എന്നാൽ ഇന്ത്യ ആണെന്ന് പറയുന്ന പോലെ തന്നെ ഇന്ത്യ എന്നാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇന്ത്യയെ കരുപിടിപ്പിച്ചത്, ഇന്ത്യയെ വളർത്തിയത്, ഇന്ത്യ പുരോഗതിയിലേക്ക് നയിച്ചത് ഒക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയാണ്. അല്ല, മുൻപ് ഇന്ദിരാഗാന്ധിക്ക് ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോഴാണ് ഇവിടെ വന്നതെങ്കിൽ ഇന്ന് അങ്ങനെ ഒരു പ്രതിസന്ധി കാലഘട്ടത്തിൽ കൂടെയാണ് ഇന്ത്യ കടന്നു പോകുന്നത്. അപ്പോൾ അതിനുള്ളൊരു ഉയർപ്പ് കാലഘട്ടമായിരിക്കാം ഈ ക്ഷേത്രം, അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിൻ്റെ പരിസരവും ഈ പാലക്കാടും നമ്മുടെ കേരളവും ഒക്കെ. കാരണം ഇന്ത്യ മാറണം, അല്ല ഇപ്പോൾ നിലവിലുള്ള ദുഷ്ഭരണം മാറി പുതിയൊരു ഭരണം വരണം എന്ന് തീർച്ചയായിട്ടും ജനങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു തുടക്കം ഒരു കാലത്ത് ഇവിടെ നിന്നുണ്ടായെങ്കിൽ ഈ കാലവും അതിന് ഒരു സാക്ഷ്യം വഹിക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിച്ച ഒരു പാർട്ടി, അതിൻ്റെ ഒരു ചിഹ്നം രൂപപ്പെട്ട സ്ഥലം, ആ സ്ഥലം ഇന്ന് വീണ്ടും വലിയ പ്രസക്തിയുണ്ട്. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ സ്ഥലത്തിനും അതിൻ്റേതായ പ്രസക്തിയുണ്ട്. ഒരു വിശ്വാസമായി ബന്ധപ്പെട്ടാണ് കൈപ്പറ്റി ഇവിടുത്തെ പ്രതിഷ്ഠയുടെയും കാര്യങ്ങളൊക്കെ എന്നെങ്കിലും കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഇന്ത്യയിലെ പൊതുസമൂഹത്തെ സംബന്ധിച്ച്, നിഷ്പക്ഷരായ പൊതുജനങ്ങളെ സംബന്ധിച്ച് കൈപ്പത്തി ചിഹ്നം എന്ന് പറയുന്ന ഒരു ഹൃദയത്തിൽ പതിഞ്ഞ ഒരു സംഭവമാണ്. ഇന്ത്യ ഇപ്പം ആദർശ് പറഞ്ഞ പോലെ തന്നെ ഇന്ത്യ മഹാരാജ്യം ഒരു കടുത്ത വെല്ലുവിളി നേരിടുന്ന ഒരു കാലഘട്ടമാണിത്. അതായത് നമ്മൾ എന്ത് കഴിക്കണം, എന്ത് ചിന്തിക്കണം, എങ്ങനെ പറയണം, എന്ത് ധരിക്കണം എന്നൊക്കെ ഒരു അജണ്ടയുടെ ഭാഗമായി ഒരു വിഭാഗം ആൾക്കാർ തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അപ്പോൾ എല്ലാവരെയും സമഭാവനയോടെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ 60 വർഷത്തെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏറ്റവും ശക്തമായ നിലയിൽ ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയ ഒരു തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുമ്പോൾ അതിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായി ഉപയോഗിക്കപ്പെട്ട കൈപ്പത്തി ചിഹ്നം ലഭിച്ച ഒരു പ്രദേശത്ത് നിന്ന്, ഈ വൈകാരികമായ ഒരു പ്രദേശത്ത് നിന്നാണ് നമ്മൾ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിനൊരു സുഖം കിട്ടുന്ന ഒരു പരിപാടിയായിട്ട് തോന്നുന്നു. അതായത് നമ്മുടെ രാജ്യം
പല പ്രതിസന്ധികൾ നേരിട്ടപ്പോഴും വർഗീയവാദികളെല്ലാം രാജ്യത്തിൻ്റെ മതേതരത്വത്തെ തകർക്കാനൊക്കെ ശ്രമിച്ച എല്ലാ കാലത്തും രാജ്യത്തെ സംരക്ഷിച്ച് നിർത്തിയത് ഇതേ കരങ്ങൾ തന്നെയാണ്. ആ കരങ്ങൾ തന്നെ രൂപപ്പെട്ടത് നമ്മുടെ കേരളത്തിൽ നിന്നാണ് എന്നറിയുമ്പോൾ അത് നൽകുന്ന ഒരു സന്തോഷം വളരെ വലുതാണ്. അല്ല, ഇത്തവണ എന്താണെങ്കിലും ഈ പറയുന്ന കൈപ്പത്തിക്ക് ഇവിടുന്ന് എല്ലാ സീറ്റും കേരളത്തിൽ നിന്ന് ഉറപ്പാണ്. അതുകൂടാതെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് 300ഓളം സീറ്റ് കടന്നു പോകും എന്നുള്ളത് സർവേ റിപ്പോർട്ടുകൾ വരെയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പിന്നെ ഈ പാർട്ടി അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയെ നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിക്ക് ശക്തിയും കരുത്തുമായിരിക്കും നമ്മുടെ ഈ കൈപ്പത്തി. അതേപോലെ ഈ ഏമൂർ ക്ഷേത്രം അത് നമുക്കൊരു പിന്നെ വലിയ പ്രചോദനമാണ് ഇവിടുന്ന് കിട്ടുന്നത്. അത് തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടിക്ക് അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ പിന്തുണയ്ക്കുന്ന ആളുകൾ അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഇന്ത്യ മുന്നണിക്കുമൊക്കെ ഒരു പ്രതീക്ഷയുടെ നാമ്പ് തന്നെയാണെന്ന് പറയാതിരിക്കാൻ പറ്റും. ഇവിടെ കോൺഗ്രസ് കാ ഹാത്ത് ഗരീബ് കാ സാത്ത് എന്നായിരുന്നു കോൺഗ്രസിൻ്റെ ഒരു മുദ്രാവാക്യം, ഇന്ദിരാഗാന്ധിയുടെ. അത് നമുക്ക് വീണ്ടും ഒന്നുകൂടി ഉറപ്പിച്ച് പറയേണ്ട ഒരു സമയം, ഒരു കാലഘട്ടമാണ്. കാര്യം ഒരു കുത്തക മുതലാളിമാരുടെ, അദാനിയെ പോലെ വലിയ മുതലാളിമാർക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഭരണ സംവിധാനമാണ് ഇന്ന് ഇന്ത്യയിൽ നിലവിലുള്ളത്. അതിൽ നിന്ന് മാറി ഗരീബ് പാവങ്ങളുടെ കൂടെ നിൽക്കാൻ പറ്റുന്ന ഒരു കൈപ്പത്തി, ഒരു കരം ആണ് കോൺഗ്രസ് നീട്ടുന്നത്. കോൺഗ്രസിൻ്റെ ആ കരം ഇന്ത്യ മുന്നണിയെ കൂടുതൽ അതീവ ശക്തിയോടെ മുന്നോട്ട് നയിക്കുമെന്നതിൽ തർക്കമില്ല.